സുഹൃത്തുക്കളെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഒരു മൂവിയെ പറ്റിയാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളെല്ലാവരും ന്യൂസിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിലൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രശ്നം. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏതാണ് മൂവി എന്ന്. ജാനകി VS സ്റ്റേറ്റ് ഓഫ് കേരള എന്നാണ് മൂവിയുടെ പേര്. എന്താണ് ഈ മൂവിക്ക് പ്രശ്നം, അല്ലെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ചാനൽ തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ മാത്രമാണ്. എന്താണ് ഈ പേര് വെച്ച് കഴിഞ്ഞാൽ, അല്ലെ ഈ പേരിന് എന്താണ് കുഴപ്പം, ഇവിടെ ആർക്കും സിനിമ കാണണ്ടേ, അതുപോലെ സമൂഹത്തിൽ കലാകാരന്മാർക്ക് സിനിമ എടുക്കാൻ സാധിക്കുന്നില്ല, ഇങ്ങനെയുള്ള കമന്റ്സുകളാണ് മൊത്തം വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാനൊരു കാര്യം പറയാം, എനിക്ക് മനസ്സിലായത്. എല്ലാവർക്കും ലൂസിഫർ 2 അല്ലെങ്കിൽ എമ്പുരാൻ റിലീസ് ചെയ്തത് ഓർമ്മയുണ്ടോ? ഇതുപോലെ തന്നെയായിരുന്നു. പക്ഷെ പേരിലായിരുന്നില്ല പ്രശ്നം, അതിൻ്റെ ചില രംഗങ്ങളിലായിരുന്നു പ്രശ്നം. ശരി തന്നെയാണ്, ഇവിടെ ആ സിനിമയിലെ പ്രശ്നമായാലും ഇനി ഇപ്പോൾ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയിലെ നെയിമിൻ്റെ പ്രശ്നമായ പേരിനും പ്രസക്തിയുണ്ട്. അതുപോലെ തന്നെ അതിൽ കാണിക്കുന്ന രംഗങ്ങൾക്കും പ്രസക്തിയുണ്ട്. ബിക്കോസ് ഇത് ഇന്ത്യ രാജ്യമാണ്. ഇവിടെ പല രീതിയിലുള്ള മതങ്ങൾ വസിച്ചു വരുന്ന നാടാണ്. അപ്പം ഇവിടെ സിനിമയിൽ കാണിക്കുന്ന പല രംഗങ്ങളും നമ്മുടെ വരുന്ന തലമുറകൾക്ക് അത് വലിയൊരു പാഠമാണ്. അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന നെയിംസ് അത് വലിയൊരു പ്രശ്നം തന്നെയാണ് എൻ്റെ ഒരു രീതിയിൽ. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ഓരോ ഫിലിമിലും നമ്മൾ ക്യാരക്ടേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ പണ്ട് കാലങ്ങളിൽ പല പേരുകളും, ദശരഥം അങ്ങനെയുള്ള പല പേരുകളും നമ്മൾ ഓരോ സിനിമകൾക്ക് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട്. നരസിംഹത്തിൻ്റെ ഇത് ഇപ്പോഴത്തെ കാലത്ത് കൊടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പല ചാനലുകളും അതൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് അത് നമ്മൾ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വിവാദമാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഇപ്പോഴത്തെ കാലത്ത് സിനിമ എടുക്കുമ്പോൾ അത് പണ്ടത്തെ പോലെയല്ല. അപ്പം വളരെയധികം മാറിയിട്ടുണ്ട്. അപ്പം ഇപ്പോഴത്തെ കാലത്ത് ഒരു സിനിമയിലെ രംഗങ്ങളായാലും അതുപോലെ തന്നെ അതിലെ പേര് നമ്മൾ കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളത് കൈകാര്യം ചെയ്യാൻ. ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം. കുറച്ചു കാലം മുമ്പ് ഒരു പത്രത്തിൽ വന്ന ന്യൂസ് റിപ്പോർട്ടാണ്. എല്ലാം വെറും ബിസിനസ് മാത്രമാണ്, ആളുകളെ പിരികയറ്റി പണം ഉണ്ടാക്കുന്നു. ഇത് പറഞ്ഞതാരാ? നമ്മുടെ സിനിമയിലെ പ്രധാന കഥാപാത്രം ചെയ്യുന്ന സുരേഷ് ഗോപി തന്നെയാണ്. അന്ന് ആ പത്ര റിപ്പോർട്ട് കണ്ടപ്പോൾ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്, ശരിയായിട്ട് തോന്നി. അത് പറഞ്ഞത് വളരെ ശരിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ ആ വിവാദം വളരെയധികം ആ സിനിമയായി ബന്ധപ്പെട്ട് നിന്നിരുന്നു. അപ്പം അത് ആ സിനിമയ്ക്ക് വളരെയധികം പോസിറ്റീവായിട്ടും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, നെഗറ്റീവായിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വിവാദം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ പറയില്ല അത് പോസിറ്റീവായിട്ട് മാത്രമാണ് ആ സിനിമേനെ എഫക്റ്റ് ചെയ്യുന്നത്. നല്ല രീതിയിൽ നെഗറ്റീവായിട്ടും അത് എഫക്റ്റ് ചെയ്യും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു വിവാദം നടക്കുമ്പോൾ ഇപ്പം ആ സിനിമയിലത്തെ ആ സീന് കൊള്ളില്ല, അല്ലെങ്കിൽ അത് മാറ്റണം എന്ന് പറയുമ്പോൾ സിനിമ കാണാത്ത ആൾക്കാർ വരെ അത് കാണണം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുകയാണ്. അതെന്താ, ഞാനൊന്ന് കാണട്ടെ, അതെന്തുകൊണ്ടാണ് കാണാൻ പാടില്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതെന്തുകൊണ്ട് ബഹിഷ്കരിക്കണം എന്ന് പറയുന്ന കുറച്ച് ആൾക്കാർ മനസ്സിലൊരു തോന്നലുണ്ടാവും. അത് പോയിട്ട് കണ്ടിട്ട് തന്നെ കാര്യം. അപ്പോൾ ആ സിനിമ പോയിട്ട് കാണും. അതേപോലെ തന്നെ നെഗറ്റീവായിട്ടും ഇമ്പാക്റ്റ് ചെയ്യും. അതായത് ആ സിനിമ ബഹിഷ്കരിക്കാൻ പറഞ്ഞു, ഇനി ആ സിനിമ കാണണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടാവും എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പം ഈ രണ്ട് രീതിയിലും ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അന്ന് ഞാൻ ആ പത്ര റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അത് വളരെ ശരിയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മാർക്കറ്റിംഗ് ടൂളാണെന്നാണ് എനിക്ക് തോന്നിയത്. ജനങ്ങളെ ഇങ്ങനെ പിരികേറ്റി വിട്ടിട്ട് പൈസ ഉണ്ടാക്കുന്നതെന്നാണ് എനിക്കും അന്ന് ഫീലായത്. പക്ഷേ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സിനിമ നല്ലതാണെങ്കിൽ എന്തായാലും ആൾക്കാർ തിയേറ്ററിൽ പോയിട്ട് കാണും. അതിന് ഒരു തർക്കവും ഇവിടെ ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ പല സിനിമകളും അതെടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും അത് അങ്ങനെയാണ് നടന്നിട്ടുള്ളത്. അതിന് നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുമുണ്ട്. പക്ഷെങ്കിൽ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോഴും ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സെൻസർ ബോർഡിൻ്റെ കട്ടിങ്, അതുപോലെ തന്നെ ഇതേപോലെയുള്ള വിവാദങ്ങൾ, ലൈക്ക് എന്താ പറയുക, പേരിനെ പറ്റിയിട്ടുള്ള വിവാദങ്ങളുണ്ടാവും. അതേപോലെ തന്നെ അല്ലെങ്കിൽ നായകനുമായിട്ട് അല്ലെങ്കിൽ നായികയുമായിട്ടുള്ള എന്തെങ്കിലും ഒരു ന്യൂസ് നല്ല രീതിയിൽ സ്പ്രെഡാവും. അത് ചാനൽ ചർച്ചകളിൽ വരും, സമൂഹ മാധ്യമങ്ങളിൽ അത് ഡിസ്കസ് ചെയ്യും. അങ്ങനെ അതിനെ പറ്റിയിട്ടുള്ള ചർച്ചകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെങ്കിൽ ഇത് എന്താ പറയുക, ഇതൊരു തരത്തിലുള്ള, എനിക്ക് തോന്നുന്നത് ഇതൊരു തരത്തിലുള്ള മാർക്കറ്റിംഗ് മാത്രമാണ്, അല്ലേ? ഇപ്പം നടക്കുന്നത് ഈ ഒരു രീതിയിലുള്ള മാർക്കറ്റിംഗ് ആണ്. പക്ഷെങ്കിൽ ഇത് എനിക്ക് നല്ല രീതിയിൽ ഇത് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള മാർക്കറ്റിംഗ്. എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും ചില സിനിമകൾക്ക്. അതേപോലെ തന്നെ പോസിറ്റീവായിട്ട് കിട്ടുന്ന സിനിമകളും ഉണ്ടാവാം. ചില ആൾക്കാർക്ക് ക്യൂരിയോസിറ്റി കൊണ്ട് അതെന്താണ് അതിലെ സംഭവം, സീൻ എന്താണെന്ന് മനസ്സിലാക്കണം എന്നുള്ള രീതിയുണ്ട് പോയിട്ട് കാണാനുള്ള ഇതൊക്കെ ഉണ്ടാവും, ഒരു ടെൻഡൻസി ഉണ്ടാവും. അതെന്താണെന്ന് ആ സീനൊന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ അതെന്താണ് ഇത്രയും ഹൈപ്പ് എന്നുള്ള ഒരു തോന്നലുണ്ടാവും. അപ്പം ആ പടം പോയിട്ട് കാണാനുള്ളൊരു
ഇത് തോന്നലുണ്ടാവും. പക്ഷെങ്കിൽ ഒരു രീതിയിലുള്ള ചെറിയ പ്രൊമോഷൻ വർക്ക് പോലും ചെയ്യാതെ സാധാരണ രീതിയിൽ റിലീസ് ചെയ്യാണ്. എന്താണതിന് കാരണം? നല്ല സിനിമകളാണെങ്കിൽ എപ്പോഴും മലയാളികൾ അതിനെ നല്ല രീതിയിൽ വരവേൽക്കും, അതിന് വേണ്ട റെസ്പോൺസ് കൊടുത്തിട്ട് അത് നല്ല രീതിയിൽ ഹിറ്റാക്കും. അതിനിവിടെ ചരിത്രങ്ങളുണ്ട്. പല സിനിമകളും അതേ രീതിയിൽ വിജയിച്ചിട്ട് പോയിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് പല സിനിമകളും വരുന്നത് ഇറങ്ങുന്നതിന് മുമ്പേ എന്തെങ്കിലും ഒരു വിവാദം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ പോയി ചാടുകയാണ്. അപ്പം ഇതിലൂടെ ഇതിപ്പോൾ ഉണ്ടാകുന്ന ഒരു പുതിയൊരു പ്രൊമോഷൻ ട്രിക്കാണോ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെങ്കിൽ ഇത് അത്രക്ക് നല്ല രീതിയിൽ പ്രൊമോഷൻ കിട്ടാനുള്ള ഒരു ഇതുണ്ടാവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഇത് മനസ്സിലാക്കി തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ള പ്രൊമോഷൻ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് എനിക്ക് മാത്രം തോന്നിയ ഒരു ഒറ്റപ്പെട്ട സംഭവമാണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ചില സിനിമകൾ ഇറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഇപ്പോൾ വലിയ രീതിയിൽ കാണപ്പെടുന്നു. ചില സിനിമകൾ ചില വിവാദങ്ങളിൽ പോയി പെടുന്നത് പതിവായിട്ട് ഞാൻ കാണുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ ന്യൂസിനെ ഞാൻ വിശകലനം ചെയ്യാൻ എടുത്തത്. എന്തായാലും സിനിമ ഇറങ്ങട്ടെ. എപ്പോഴും സിനിമകൾ സമൂഹത്തിൻ്റെ ഒരു അടിത്തറ തന്നെയാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നമ്മൾക്കെല്ലാവർക്കും ഈ സിനിമ കാണാൻ ഇടയാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.